തെക്കൻ പാട്ടുകളിലും വില്ലിടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണപ്പെടുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി. യക്ഷിയാണെങ്കിലും പഞ്ചവങ്കാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ മാതൃഭാവത്തിലാണ് നീലി ആരാധിക്കപ്പെട്ടിട്ടുള്ളത്. വശ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ് നീലിയുടേത്. രക്തദാഹിയായ യക്ഷിയുടെ വാസസ്ഥലമെന്ന് കരുതുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കാട് എന്ന ദേശത്ത് നീലി വിഹരിച്ചിരുന്നത്. മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യവും ആ നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരേപോലെ മോഹിപ്പിച്ചു. സ്ത്രീലമ്പണന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി നീലി അവിടെ വളർന്നു വന്നു. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയാണ് അല്ലി. സുന്ദരിയായ അവൾ അവിടെയുള്ള ശിവൻ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മുഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും മനംനൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇതറിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചുകൊണ്ടു. അല്ലിയെ തിരക്കി വന്ന അനുജൻ നമ്പി ഈ രംഗം കണ്ട് തല തല്ലി മരിച്ചു. ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോള രാജാവിന്റെ കുട്ടികളായി ജനിച്ചു. നീലനും നീലിയും ജനിക്കുന്നു. തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. പ്രധാനമായും കന്നുകാലികൾ രാത്രിയിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനു കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോള രാജാവ് കുട്ടികളെ ചോള രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ ആളുകളെല്ലാം ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാൻ കഴിയില്ല. അവളെ അങ്ങനെ എളുപ്പം കൊണ്ടൊന്നും തളയ്ക്കാൻ കഴിയില്ലായിരുന്നു. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരിപ്പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക തണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടിയ ഒരു സ്ത്രീ രൂപം ധരിച്ച് തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാൾ യക്ഷിയാണെന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല. യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള 70 ആൾക്കാരെയും കൊല്ലുമെന്നും സത്യം ചെയ്തു. നിവർത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഈ 70 പേരും വാക്കുപാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിനു കാരണക്കാരനായ ആനന്ദനെയും ഈ 70 പേരെയും വധിച്ച ശേഷം നീലി ഒരു കളിപ്പാലയുടെ ചൂട്ടിൽ കുടിയിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതും പ്രകാരം യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചതെന്നും കത്തനാർ തളച്ച നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയന്നാർ ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നുമാണ് മറ്റൊരു ഐതിഹ്യം. കള്ളിയങ്കാട്ട് നീലിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ പഴയുള്ള കാലങ്ങളിൽ ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം പറഞ്ഞു തരാനുള്ള ആദ്യത്തെ ഒരു പ്രേതകഥ കള്ളിയങ്കാട്ട് നീലിയുടേതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.